നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്ര ആര്യനും കൂടെ ഗ്രൗണ്ടിലേക്ക് പ്രാക്ടീസിന് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് ബാലൻ ആ കാര്യങ്ങളൊക്കെ പറയണേ. മോളെ, നീ ഒരു IAS കാരി ആവാനായിട്ടാണ് എൻ്റെ ആഗ്രഹം. അത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു, ശരി അങ്കിളെ. അങ്ങനെ അവരങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പോൾ മിത്രയുടെ ബാഗിലേക്ക് പതുക്കെ ദർവം പിടിച്ചു നോക്കി. ഇതെന്താ മോളെ ബാഗിനകത്ത്? അത് ബുക്കാ മാമ. ബുക്കോ? ഇത് കണ്ടിട്ട് ഒരു ഷൂ പോലെ ഉണ്ടല്ലോ. ഷൂവോ? എന്റെ ദൈവമേ, പെട്ടല്ലോ എന്ന് ചിന്തിച്ച മിത്ര എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക. അപ്പോഴേക്കും മീനാക്ഷി അവിടെ ഇരുന്ന് ഓർത്തു, ഈ മാമനെല്ലാം നശിപ്പിക്കുമെന്ന് തോന്നേ. ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ? അല്ല, എനിക്ക് ഷൂ പോലെ തോന്നുന്നുണ്ട്. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അല്ല എന്തിനാ മാമ ഷൂവ്? അല്ല, ട്യൂഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ബുക്കല്ലേ, അതിന് ഷൂവും വെച്ചോണ്ടാണ് പോന്നേ. മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. മീനാക്ഷി പറഞ്ഞു, അതെ, പ്രോജക്റ്റ് ചെയ്യുന്ന വലിയ ബുക്കാ, അതുകൊണ്ടാ അങ്ങനെ. ഓ, അങ്ങനെയാണല്ലേ, എന്നാ ശരി, കുഴപ്പമില്ല. ബാലൻ കോമതിയെ നോക്കി, കണ്ടില്ലേ, പ്രോജക്റ്റ് ചെയ്യുന്ന വലിയ ബുക്കൊക്കെ ആയിട്ട് അവള് പോകുന്നേ എന്നൊരു ചിന്തയായിരുന്നു രണ്ടുപേരുടെ മനസ്സിലുണ്ടായിരുന്നേ. അങ്ങനെ മിത്ര ആരും കൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. അവര് സമാധാനത്തോടെ അങ്ങോട്ട് പോവാ, രക്ഷപ്പെട്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. ആ സമയത്ത് ധർമ്മന്റെ അടുത്ത് വന്നിട്ട് ഗോമതി ചോദിച്ചു, അല്ലട മോനെ, ഇന്നലെ നീ ശരിക്കും കിടന്ന് ഉറങ്ങിയായിരുന്നോ? ഉറങ്ങിയായിരുന്നു ചേച്ചി, പക്ഷേ ഒരു രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത്? അളിയൻ എന്നെ വീണ്ടും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നേ. എന്നിട്ടോ ഞാൻ ഇറങ്ങിപ്പോവില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ബാലൻ ചിരിച്ചു. ബാലൻ പറഞ്ഞു, ഇനി ഇപ്പൊ നീ ഇറങ്ങിപ്പോന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ലടാന്ന് പറഞ്ഞു. ആഹാ, അപ്പൊ ഞാൻ ഇറങ്ങിപ്പോന്ന കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുമല്ലേ അളിയൻ, ഞാൻ കാണിച്ചുതരാം. അതും പറഞ്ഞ് ധർമ്മൻ അങ്ങോട്ട് കയറിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പം മിത്ര ആരിനും കൂടെ ഗ്രൗണ്ടിൽ ചെന്നു. ഗ്രൗണ്ടിൽ ചെന്നിട്ട് പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് ഷൂ ഒക്കെ ബാഗിൽ നിന്ന് എടുത്തു. ബാഗിനകത്തുനിന്ന് ഷൂവിന്റെ ലേസ് കെട്ടാനായിട്ട് ആര്യ സഹായിക്കുന്ന സമയത്ത് മിത്ര പറഞ്ഞു, ഞാൻ കെട്ടിക്കോളാം ആര്യ, കുഴപ്പമില്ല, ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ കെട്ടിത്തരാം. മിത്ര അപ്പോഴേക്കും ആരിനോട് പറഞ്ഞു, എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്താ? ഇനി അച്ഛനെങ്ങാനും നമ്മുടെ കള്ളത്തരം പിടിക്കുമെന്ന്. ഓ, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നിന്റെ മനസ്സിൽ ഇപ്പൊ ആ ഒരു ചിന്തയൊന്നും വേണ്ട. ഇതേ പ്രാക്ടീസിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അറിയാലോ, എത്രയും പെട്ടെന്ന് ഒരു പോലീസ് ആവാൻ നോക്കണം. അങ്ങനെ ഷൂവിൻ്റെ ലേസ് കെട്ടിക്കഴിഞ്ഞപ്പം ആര്യം പറഞ്ഞു, എന്നാൽ ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അതെ, ഈ തൂണേന്ന് അപ്പുറത്ത് വരെ ഓടിയിട്ട് ഇവിടെ ഓടി വരണം. ശരി, സമ്മതിച്ചു. അങ്ങനെ റെഡി 1 2 3 ഒക്കെ പറഞ്ഞ് ടൈമറും ഓൺ ചെയ്തിട്ട് മിത്ര അങ്ങോട്ടേക്ക് ഓടുവാണ്. അങ്ങനെ ഓടിയിട്ട് തിരികെ വന്നു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, നല്ല വ്യത്യാസമുണ്ട്, 10 സെക്കൻഡ് ഇന്നലത്തെക്കാളും കൂടുതൽ നീ ഓടിയെത്തി, നേരത്തെ തന്നെ നീ ഓടിയെത്തി. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് ഫിസിക്കൽ ടെസ്റ്റിന് പാസ്സാവാനായിട്ട് പറ്റും. മിത്രയോട് നല്ല ബുദ്ധിമുട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല, കുറച്ച് ദിവസങ്ങളായി കഴിയുമ്പോഴത്തേനും എല്ലാം ഓക്കെ ആയിക്കോളും, ആ കാര്യം ഓർത്ത് പേടിക്കണ്ട. അതും പറഞ്ഞ് അവർ പ്രാക്ടീസ് ചെയ്യുക. ആ സമയത്താണ് ബാലൻ ഡീലറെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരണേ. അങ്ങനെ ഗ്രൗണ്ടിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് വണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഒരു ഗോപാലൻ അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ അയാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ചോദിച്ചു, അല്ല ഇതെന്താ ഗോപാല ഇത്? എത്ര സമയം ഞാൻ വെയിറ്റ് ചെയ്യുന്നത്? അത് പിന്നെ ബാലേട്ട, ATM പോയിട്ട് പണം കിട്ടിയില്ല, അതുകൊണ്ടാ. ദേ, ഇത്തവണ നീ എക്സ്ക്യൂസ് പറയാനായിട്ടാണോ? അത് പറ്റില്ല കേട്ടോ, സാധനം മേടിച്ച പൈസ കിട്ടണം. നിനക്ക് ആഴ്ച 2 3 കാറ്ററിംഗ് കിട്ടുന്നതല്ലേ, എന്നിട്ടാണ് നിനക്ക് പൈസ ഇല്ലാത്ത? ബാലേട്ട, പൈസയുണ്ട്, പക്ഷെ എന്താ, നിനക്ക് തരാനൊരു ബുദ്ധിമുട്ടാണല്ലോ. ഇത് നിനക്കറിയാലോ ഗോപാല, ആഴ്ച ഗോമതി സ്റ്റോഴ്സിലേക്ക് സാധനങ്ങളൊക്കെ എടുക്കണം, അപ്പൊ അതിന് നമ്മൾ പൈസ കൊടുത്തേ മതിയാവുള്ളൂ. അപ്പം നമുക്ക് പൈസ കിട്ടണം, അതുകൊണ്ടാണ് നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയണേ. അത് ശരി ബാലേട്ട, ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ, തരാം. പിന്നെ ATM പൈസ ഇല്ലെന്നല്ലേ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് ഞാൻ ബാങ്കിൽ പോയി പൈസ എടുത്തിട്ടാ വരുന്നേ. ആണോ? എന്നാ ശരി, ആ പൈസ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി. അങ്ങനെ ബാലൻ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, അല്ല ബാലേട്ട, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്. എന്താ? ബാലേട്ടൻ്റെ ഇളയ മരുമോള് പോലീസ് പ്രാക്ടീസിന് പോകുന്ന കാര്യമൊന്നും ബാലേട്ടൻ പറഞ്ഞില്ലല്ലോ. പോലീസ് പ്രാക്ടീസിനോ? താൻ എന്തൊക്കെയാ പറയണേ? അല്ല, മൂത്ത മരുമോൾ ടീച്ചർ, രണ്ടാമത്തെ മരുമോളും ഗവൺമെന്റ് ജോലിക്കാരി, ഇപ്പൊ മൂന്നാമത്തെ മരുമോളെയും കൂടെ ഗവൺമെന്റ് ജോലിക്കാരി ആക്കാനല്ലേ? ഗവൺമെന്റ് ജോലിക്കാരിയോ? ബാലനൊന്നും മനസ്സിലായില്ല. ബാലൻ പറഞ്ഞു, അവളെ ഞാനേ IAS വേണ്ടിയിട്ട് പഠിപ്പിക്കണം. IAS വേണ്ടിയിട്ടോ? അവള് പോലീസ് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണല്ലോ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ഗ്രൗണ്ടിലോ? അപ്പൊ ബാലന്റെ കാര്യങ്ങളൊന്നും അറിയില്ലേ? ഇങ്ങോട്ട് വാ, കാണിച്ചു തരാന്ന് പറഞ്ഞ് ബാലനെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഗ്രൗണ്ടിലേക്ക് ബാലൻ നോക്കണം. അപ്പോഴേക്കുമാണ് ആ കാഴ്ച കാണുന്നത്. മിത്ര ആരും കൂടെ, മിത്ര അവിടെ കിടന്ന് ഓടുന്നു. ഇതതൊന്നും ആയിരിക്കില്ല, ഇത് വേറെന്തേലും ആയിരിക്കും. അല്ല ബാലേട്ടാ,
സത്യമായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോഴൊന്നുമല്ല, കുറെ നാളുകളായി തുടങ്ങിയിട്ട് ഞാൻ കാണുന്ന. ഞാനൊരു ദിവസം ചോദിച്ചു കഴിഞ്ഞപ്പോഴാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. ബാലിന് വിശ്വസിക്കാൻ പറ്റിയില്ല. അല്ല, അപ്പൊ ബാലേട്ടൻ അറിയത്തില്ലാതെയാണ് ബാലേട്ടന്റെ കുടുംബത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നേ? ആഹാ, അത് കൊള്ളാലോ, കഷ്ടം തന്നെ. അങ്ങനെയൊക്കെ അയാൾ പറഞ്ഞപ്പോൾ ബാലിന് ഭയങ്കര കുറച്ചിലായിട്ട് തോന്നി. ബാലിന് ആ കാഴ്ച കണ്ടു, ബാലിന് സഹിക്കാൻ പറ്റിയില്ല. രാവിലെ ട്യൂഷനെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അപ്പൊ കള്ളത്തരം പറഞ്ഞ് ഇങ്ങോട്ടേക്കാണോ വന്നത്? ബാലൻ പിന്നെ ഒരു നിമിഷം പോലും നിന്നില്ല, നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ ചെന്ന് എല്ലാവരോടും കാര്യം പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ഹാളിൽ കൂടിക്കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു, എന്നാലും ആനന്ദ് എന്തിനാ അത്? ഒരു പ്രശ്നം മാറുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണല്ലോ. ആനന്ദ് പറഞ്ഞു, അത് ശരിയാ മാമ, ഇനി എന്താണെന്നറിയില്ലല്ലോ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ആ ഗോപാലൻ എന്നെ കളിയാക്കുന്ന പോലെ ചോദിച്ചേ. ഇതൊക്കെ നടന്നിട്ട് വീട്ടിൽ വന്നിട്ട് ബാലേട്ടൻ അറിയുന്നില്ല എന്ന്. ഞാൻ ശരിക്കും അയാളുടെ മുന്നിൽ ചെറുതായിപ്പോയി, എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴേക്കും മീനാക്ഷി ഓർത്തു, നശിപ്പിച്ചല്ല. ഓഹ് എൻ്റെ ദൈവമേ, ഇന്നത്തോടു കൂടി കാര്യത്തിനൊരു തീരുമാനമാവും. കുറച്ചു കഴിഞ്ഞ് ബാലൻ വന്നിട്ട് മീനാക്ഷിയോട് ചോദിച്ചു, അല്ല മീനാക്ഷി, നിനക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയായിരുന്നോ? മീനാക്ഷിയുടെ ഒരു പതർച്ചയുണ്ടായി. ഇല്ലച്ചാ. അല്ല, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നിന്നോട് വല്ലതും ഇത്ര സംസാരിച്ചായിരുന്നോ? ഇല്ല, ട്യൂഷൻ എടുക്കാൻ പോവാന്നറിഞ്ഞു, അല്ലാതെ എനിക്ക് വേറൊന്നും അറിയില്ല. അങ്ങനെയല്ലേ മീനാക്ഷിക്ക് പറയാൻ പറ്റുള്ളൂ. ഉറപ്പാണല്ലോ അല്ലേ? ആ അതെ അച്ഛാ, ഉറപ്പാ, എനിക്ക് വേറൊന്നും അറിയത്തില്ല. പിന്നീട് ശ്രീദേവിയുടെ അടുത്തേക്കുന്നു. ശ്രീദേവിയുടെ അടുത്ത് നിന്ന് ചോദിച്ചു, സത്യം പറ ശ്രീദേവി, നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ പ്രാക്ടീസിന് പോകുന്ന കാര്യം? അങ്ങനെയൊന്നുമില്ല അച്ഛാ. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ബാലച്ചനോട് പറയില്ലേ? ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിരിക്കുന്ന ട്യൂഷന് പോവാന്നാ, അല്ലാതെ പ്രാക്ടീസിന് പോകുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. ബാലൻ ഗോമതിയോട് ചോദിച്ചു, ഗോമതിക്ക് അറിയായിരുന്നോ? എനിക്കറിയില്ല ബാലേട്ടാ, ഞാനിത് അറിയുമായിരുന്നു, ഞാൻ ബാലേട്ടനോട് പറയില്ലായിരുന്നോ? അവിടെ നിൽക്കുന്ന ആർക്കും അറിയത്തില്ല. ആ സമയം മീനാക്ഷിയോട് പതുക്കെ ആകാശ് ചോദിച്ചു, സത്യം പറ, നിനക്കറിയായിരുന്നോ മീനു? ഇന്ന് തലയാട്ടമാണ്. അറിയായിരുന്നോ ഇല്ലയോ? ഏതെങ്കിലും ഒന്ന് പറ. ഇല്ലാന്ന് പറഞ്ഞു. സത്യം പറ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. അത് പിന്നെ എനിക്ക് ഗ്രൗണ്ടിലേക്ക് പോകുന്ന അറിയായിരുന്നു, റണ്ണിങ് പ്രാക്ടീസിന് വേണ്ടി പോകുന്ന അറിയായിരുന്നു. ബാക്കി ഒന്നിനെക്കുറിച്ച് എനിക്കറിയില്ല. എൻ്റെ ദൈവമേ, ചതിച്ചല്ലോ. ഇനിയിപ്പം നിനക്കിതും കൂടെ അറിയാന്നറിഞ്ഞ അച്ഛനൊരു തീരുമാനം ഉണ്ടാക്കും ഇതിന്. മീനാക്ഷിക്കും ഭയങ്കര പേടിയായി. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തോ ഭൂകമ്പം ഉണ്ടാകാൻ പോകുമെന്ന് പറയാൻ പറ്റില്ല. ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ മാറി വരുമ്പോഴത്തേനും അടുത്ത് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കോമതി പറഞ്ഞു, ബാലേട്ടനൊന്ന് സമാധാനിക്കുക, അവർ വരുമ്പോൾ നമ്മൾ ചോദിക്കാം. എന്ത് ചോദിക്കാനായിട്ട്? ഞാൻ കണ്ണുകൊണ്ട് കണ്ട കാര്യമല്ലേ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സമയത്ത് ആനന്ദ് ധർമ്മനോട് പറഞ്ഞു, ഈ ആരിൻ്റെ ഒരു കാര്യം, ആരിന് ഇത് എന്തിൻ്റെ കേടാത്? എന്തേലും ഉണ്ടെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് ചെയ്താൽ പോരായിരുന്നോ? മനുഷ്യനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. അപ്പോഴേക്കും ധർമ്മം വന്നിട്ട് ബാലനോട് പറഞ്ഞു, അളിയ, അവർ വരുമ്പോൾ നമുക്ക് ചോദിക്കാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ വിഷയത്തെക്കുറിച്ചൊരു സംസാരം വേണ്ട നമുക്ക്. അതെ, എന്ത് വേണമെന്ന് എനിക്കറിയാം, നീ കൂടുതൽ അഭിപ്രായമൊന്നും പറയണ്ട. കൃത്യസമയത്ത് തന്നെ ആരിനും ഇത്രയും കൂടെ അങ്ങോട്ടേക്ക് വന്ന് ചാടുക. അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ അടുത്തേക്ക് ബാലൻ ചെന്നിട്ട് മിത്രയോട് ചോദിച്ചു, മോളെ ട്യൂഷന് പോയതായിരുന്നല്ലോ അല്ലേ? അതെ അങ്കിളെ, ട്യൂഷന് പോയതായിരുന്നു. ട്യൂഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. അല്ല, പിള്ളേരൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? പഠിക്കുന്നുണ്ട്. ദൈവമേ, കള്ളത്തരം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മീനാക്ഷി ഓർത്തു, എന്തിന്റെ കേടാ അത്? ഒന്നൊന്ന് സത്യം തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. ഗോമതിക്കാണെങ്കിൽ നല്ല ടെൻഷൻ. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, അല്ല, ഈ ട്യൂഷൻ നടക്കുന്ന വീട്ടിലാണോ? അതാ വീട്ടിലാ. അപ്പോഴേ ആര്യം പറഞ്ഞു, വീട്ടിലല്ലാതെ 2-3 കുട്ടികളെ വെച്ച് പിന്നെ എവിടെ ട്യൂഷൻ നടത്താനാച്ചാ? ഓ അങ്ങനെയാണല്ലേ. അല്ല, എനിക്കൊരു സംശയം, ഇനിയിപ്പോൾ ട്യൂഷൻ വീട്ടിലാണോ ഗ്രൗണ്ടിലാണോ എന്ന്? അതെങ്ങനെയാച്ചാ ഗ്രൗണ്ടിൽ ട്യൂഷൻ നടത്തുന്നേ? ആ ട്യൂഷൻ നടത്താൻ പറ്റില്ലല്ലോ എന്ന് ആര്യം പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര ടെൻഷനോടെ നിൽക്കുക. കള്ളത്തിന് വേണേ കള്ളത്തരല്ലേ രണ്ടുപേരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, കൊള്ളാം, നല്ല കഥ. ഗോമതി വന്നിട്ട് മിത്രോട് പറഞ്ഞു, എന്തിനാ മിത്രമോളെ ഇനി കള്ളത്തരം പറയണേ? ബാലേട്ടൻ അറിഞ്ഞു നിങ്ങൾ ഗ്രൗണ്ടിലേക്ക് പോകുന്നേ, ഇനി കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. അത് കേട്ടതും മിത്രയുടെ മുഖം അങ്ങ് വല്ലാതായി. മിത്ര പറഞ്ഞു, അത് പിന്നെ ഞാന് ബാലിച്ചു, നിങ്ങൾ എന്തിനാ കള്ളത്തരം പറഞ്ഞേ? നിങ്ങൾ കള്ളത്തരം പറഞ്ഞ് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയത് എന്തിനാ? അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അച്ഛാ, അത് മിത്രയുടെ ഏറ്റവും വലിയ ആഗ്രഹം പോലീസ് ആവാനെന്നുള്ള. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസിന് വേണ്ടി പോയതാ. പോലീസ് ആവണം എന്നുള്ള. ഇവളെ പഠിപ്പിച്ചൊരു IAS കാരി ആക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ നീ പറയുന്നത് പോലീസുകാരി ആക്കണമെന്ന്. അച്ഛാ, അവളുടെ ആഗ്രഹത്തിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കണ്ടേ? മിത്ര പറഞ്ഞു, അതേ അങ്കിളെ, എനിക്ക് പോലീസ് ആവാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ആര്യൻ എന്നോടൊപ്പം നിന്നേ. ബാലൻ പറഞ്ഞു, നിനക്കെന്താ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ പോലീസ് ആവാനായിട്ട്? ആരും ചോദിച്ചു, അതെന്താ വെച്ചാ പോലീസ് പണി എത്ര മോശമാണോ? മോശമെന്നല്ല പറഞ്ഞത്,
ഉം. അതത്ര റിസ്ക് ഉള്ള പണിയാ. ഒരു സമാധാനം ഉണ്ടാകത്തില്ല. രാവും പകലും എപ്പോഴും റിസ്ക് ഉള്ള പണിയാ. ഉം. കണ്ട, ഈ മീനാക്ഷിയുടെ ജോലിയെ കൂട്ട് വല്ല ഓഫീസ് ജോലി മതി നിനക്ക്, അല്ലാത്ത ജോലിയൊന്നും വേണ്ട. മീനാക്ഷി പറഞ്ഞു, അച്ഛാ, ഓഫീസ് ജോലിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉം. അതെ, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും രാവിലെ പോയിട്ട് വൈകുന്നേരം വീട്ടിൽ വരാലോ. പക്ഷെ ഇതങ്ങനെയല്ല. ഉം. അതുകൊണ്ട് നിനക്ക് ഈ ജോലി വേണ്ട, പറഞ്ഞത് കേട്ടല്ലോ. അപ്പോഴേക്കും മിത്രോടും, ശരി അങ്കിളെ. ആര്യന് ദേഷ്യമായി. ആര്യം പറഞ്ഞു, എന്താ മിത്ര നീ പറയണേ? വേണ്ടാന്നോ? ഇത്രയും നാൾ നീ മോഹിച്ചിട്ട് അച്ഛൻ എന്തേലും പറഞ്ഞു കരുതിയിട്ട് അത് വേണ്ടെന്ന് വെക്കാനോ? അച്ഛൻ അതൊന്നും പറ്റില്ല. അവളുടെ ആഗ്രഹം എന്താണെങ്കിൽ ഞാൻ അത് നടത്തി കൊടുക്കും. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എന്നെ വെല്ലുവിളിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് എന്റെ വീടാ, ഇവിടുത്തെ ഗൃഹനാഥൻ ഞാനാ. ഞാൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ധർമ്മം വന്നിട്ട് പറഞ്ഞു, അടിയ, ഇപ്പൊ ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട, നിങ്ങൾ കയറി അകത്തേക്ക് പോ. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ, ഇതിനൊരു സമാധാനം ഉണ്ടായിട്ട് പോയാൽ മതി. മിത്രയ്ക്കും ഭയങ്കര ടെൻഷനായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ആര്യം പറഞ്ഞു, അതെ, എൻ്റെ ഭാര്യയെ പോലീസ് ആവണമെന്ന്, എൻ്റെ ഭാര്യയ്ക്ക് പോലീസ് ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് ആക്കിയിരിക്കും വെച്ചാ. അതിനിപ്പോൾ ആരും തടസ്സം പറഞ്ഞുകൊണ്ട് വരണ്ട. മിത്ര പറഞ്ഞു, വേണ്ട ആര്യ, ഞാൻ പോലീസ് ആവുന്നില്ല. മിത്രയ്ക്ക് ഭയങ്കര പേടിയായിപ്പോയി. കുഴപ്പമില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ആഗ്രഹങ്ങൾ ആർക്ക് വേണ്ടി കുഴിച്ചുമടായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല, അതെനിക്ക് ഇഷ്ടമില്ല. അതും പറഞ്ഞുകൊണ്ട് ആര്യന് ഒറ്റക്കാലം നിൽക്കുകയാണ്. കാരണം ആര്യന് ഒരു കാര്യം ഉറപ്പാ, താൻ തന്നെ മിത്രയെ പോലീസുകാരിയാക്കും. അതിനു വേണ്ടിയിട്ട് എന്ത് പ്രയത്നം ചെയ്യാനും തയ്യാറായിട്ട് ആര്യം നിൽക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.